താമര മേടിച്ച് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 മാസം മുമ്പൊക്കെയാണ് കേട്ടോ നട്ടു കൊടുത്തത്. അതിന് മുമ്പേ നട്ടായിരുന്നൊക്കെ നാശമായിപ്പോയി. പിന്നെ ഇപ്പം നട്ടിട്ടത് 2 മാസമായിട്ടുണ്ട്. നമ്മുടെ നോമ്പ് വന്ന സമയത്ത് നോമ്പ് പകുതി ആയപ്പോൾ ഒരു 6-7 ആയപ്പോൾ ഇങ്ങനെ മുട്ടുണ്ടായിട്ടാ. അങ്ങനെ മുട്ടുണ്ടായിട്ടൊരു 7 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും മുട്ടുണ്ടായി. അങ്ങനെ ഒരു 3 മുട്ടുണ്ടായി. ഒരു 16 ദിവസം 17 ദിവസം നോമ്പൊക്കെ കഴിഞ്ഞേ പിന്നെ കേട്ടാ അതൊന്ന് ചെറുതായിട്ടൊന്ന് വിരിഞ്ഞത്. ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടാ. എങ്ങനെയാണ് പറ്റിയത് എനിക്കറിയില്ല, കാരണം കാണുന്നുണ്ടായില്ല. പിന്നെ അടുത്തതാണിപ്പോൾ ഈ വിരിഞ്ഞേക്കണത്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഞാനതൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചന്ദ്രഭാഗ എന്ന് പറഞ്ഞ ട്യൂബറാണ്. അപ്പോൾ അതിൻ്റെ ബഡാണ് ഇപ്പോൾ ഈ വിരിഞ്ഞേക്കണത്. ഞാനിതിങ്ങനെ 2 ദിവസം, ഒരു ദിവസം നിന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അത് പിന്നെ ഇതേപോലെ ചുങ്ങി വന്നിട്ടാണ്. അപ്പോൾ ഞാനത് മേടിച്ച ആളോട് തന്നെ ചോദിച്ചിട്ട് അതേ ഇങ്ങനെ, അപ്പോൾ അവരോട് ഇങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കണേലേ, വിരിയാതെ നിൽക്കണേലേ, അപ്പോൾ അങ്ങനെ കൈവച്ച് വിരിയിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ, നമുക്ക് ശീലമില്ലാത്ത ഇതാണല്ലോ, അപ്പോൾ ആ യൂട്യൂബൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് അതേപോലെ ഞാനിങ്ങനെ പതുക്കെ വിരിയിപ്പിച്ച് കൊടുത്ത് എന്നിട്ട് നല്ലോണം വിരിഞ്ഞ് നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലോണം 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസമാണ് ഇപ്പം ഇങ്ങനെ ഞാൻ കാണിക്കണത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ ഒന്നും ഞാൻ കാണിക്കണില്ല. ഇപ്പം അന്ന് എടുത്തപ്പോൾ ഉള്ളതാണ് ഇപ്പം ഈ കാണിക്കണത്. പിറ്റേ ദിവസം നല്ല മഴയപ്പോൾ നല്ലോണം അങ്ങനെ താന്ന് പോയായിരുന്നു, ഇങ്ങനെ മഴ കൊണ്ടിട്ട് ആ ശക്തിയിൽ. പിന്നെ വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ഉണർന്ന് ഇപ്പം ഇങ്ങനെ നടുവിലിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ആ ഒരു നടുവിലിങ്ങനെ വിരിയാതെ, നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വിരിയിപ്പിച്ചോളൂ, എനിക്ക് പേടിയായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ആ മഴ കഴിഞ്ഞ് വെയിൽ വന്നപ്പോൾ ഒന്നും കൂടിയൊക്കെ വിരിഞ്ഞിട്ട് ഇപ്പം നല്ലോണം വിരിഞ്ഞ് ഇപ്പം ഒരു 3-4 ദിവസമായിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്, ചുങ്ങിപ്പോണമൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ പിന്നെയും അത് നല്ലോണം വിരിഞ്ഞ് വരും. അങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മാഷാ അല്ലാ എൻ്റെ താമര, ചന്ദ്രഭാഗ എന്നുള്ള താമര വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ.